ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈസ്റ്ററാണ്. ഞങ്ങൾ പാതിര കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ ഇന്ന് ഫുൾ വ്ളോഗ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പള്ളിയിൽ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ പാതിര കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നതല്ലേ. ഫ്ലാഷ് ഓണാക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഫ്ലാഷ് ഓണാക്കാൻ പറ്റില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ലൈറ്റ്സ് കിട്ടുമ്പോൾ മാത്രം ശരിയാവുള്ളൂ. 11 മണിക്കാണ്, 11:30 കുർബാന. ഇപ്പം 11:25. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 5 മിനിറ്റ് ഉള്ളൂ. സോ നമ്മൾ പള്ളി എത്തിക്കഴിഞ്ഞു. അയ്യോ, ഞങ്ങൾ ലേറ്റായി. ഞാൻ കാണിച്ചു തരാം അറ്റ്മോസ്ഫിയർ. പള്ളി പിരിക്കുന്നത് ഇപ്പോൾ ഉയർത്തുന്ന സമയമായി. അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ട്. അപ്പോൾ വേഗം എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Why do you seek the living among the dead? He is not here. നമുക്കിപ്പോൾ പ്രദക്ഷിണം നടക്കാണ്. ആൻഡ് എൻ്റെ കൂടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ വൈകിയ കാരണം കൊണ്ട് ഞാൻ അമ്മനെ ഉപേക്ഷിച്ചിട്ട് വേഗം ഓടിപ്പോയി. അങ്ങനെ കുർബാന കഴിഞ്ഞു. സി ഈസ്റ്റർ എഗ്ഗും കിട്ടി. ഹാപ്പി ഈസ്റ്റർ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പാതിര കുർബാനയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഈ സമയമായി. പക്ഷേ ഫുഡിൻ്റെ കാര്യം ഡോണ്ട് വറി. കാര്യം അതാരാ ഹാൻഡിൽ ചെയ്യുന്നത്? അമ്മ. അപ്പം നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം എന്തൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു. ഹായ്, ഇതെന്താ? ചിക്കൻ ഫ്രൈ. എന്തൊക്കെ വേറൊക്കെ എന്തൊക്കെ പ്രിപ്പയർ ആയി കഴിഞ്ഞു? താറാവ് റെഡി, ബീഫ്, പോർക്ക്, മീൻ പറ്റിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈ ആണ്. കുറേ നാളായി ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട്. ഇതാണ് എൻ്റെ ഡാഡിയോട് കുറേ ചിക്കൻ വാങ്ങിച്ചിട്ടാണ് പറഞ്ഞു. ഇതോടെ ഡാഡി അത്യാവശ്യം മേടിച്ചിട്ട് മറ്റേ ഉണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് ഇത്ര മതിയല്ലോ. ഞങ്ങളാകെ 3 പേരുള്ളൂ. അങ്ങനെ ഗസ്റ്റൊന്നുമില്ല. ഇതാണ് നെയ്മീൻ പറ്റിച്ചത്. നെയ്മീനാട്ടോ, നെയ്മീൻ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ബീഫ്, പോർക്ക്. ഇതാണ് നമ്മുടെ താറാവ്. നമുക്ക് എന്താ ഗ്രേവിന്ന്. എനിക്ക് നല്ല സങ്കടമുണ്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ അത്ര എക്സ്പേർട്ട് അല്ല, പക്ഷെ ഞാൻ നന്നായി ക്ലീൻ ചെയ്യും. പക്ഷെ എനിക്ക് നാളെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം ആയതുകൊണ്ട് എൻ്റെ ലിമിറ്റേഷൻ കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പകരം ഇവിടെ ഒരാളെയും കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വേറെ സ്പെഷ്യലാണ്. എന്തായിരിക്കും? ബിരിയാണി. അതും എന്ത് ബിരിയാണി? ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പോർക്ക് റെഡിയാണ്, ബീഫ് റെഡിയാണ്, അതൊക്കെ റെഡിയാട്ടോ. ലാസ്റ്റ് ഇതൊക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് എല്ലാം കാണിക്കുന്നതായിരിക്കും. സോ ഫോർ നൗ ഇത്രയേ ഉള്ളൂ. നോക്കട്ടെ കറക്റ്റ് വെന്തോ നോക്കട്ടെ. കറക്റ്റ് വെന്തു. നമുക്കൊരു ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിൽ ഏറ്റവും നല്ല പീസ് കുറച്ചുകൂടി ഡീപ്പ് ഫ്രൈ ആയ പോലെ എനിക്ക് തോന്നുന്നത്. ഇത് കൊള്ളാല്ലേ, ഇത് തന്നെ. ഗായ്സ് നോക്കൂ, കശുവണ്ടി ഇങ്ങനെ ഇരിക്കണ കണ്ട ഒരെണ്ണം പറക്കി തിന്നാൻ തോന്നിയില്ലേ? അയ്യോ, പക്ഷെ നെയ്യിലിട്ട് വറുത്ത കശുവണ്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒറ്റ കശുവണ്ടി തരില്ല. ഈ ബിരിയാണിയിലിട്ട കശുവണ്ടി കിട്ടാറില്ല. അപ്പൊ ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ ടേബിളൊക്കെ അറേഞ്ച് ചെയ്തു. ഞങ്ങൾക്ക് 2 ഗസ്റ്റ് വരാനുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലേ. എനിക്ക് ടേബിൾ അറേഞ്ച്മെൻറ്റ് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ ടേബിൾ അറേഞ്ച്മെൻറ്റ്. ഇത് ഫിഷ് ഫ്രൈ, സാലഡ്, ചിക്കൻ ഫ്രൈ, അത് ബിരിയാണി, മീൻ പറ്റിച്ചത്. സോ ബാക്കി കറികൾ എടുത്തു വച്ചിട്ടില്ല, ചൂടാറിക്കും, അത് അറിഞ്ഞുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. ഈസ്റ്റർ മെസ്സേജ് പറഞ്ഞാൽ ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ. ഡാഡി ഹാപ്പി ഈസ്റ്റർ. ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദം. ഞാൻ അവിടെ രാവിലെ വരാൻ പറഞ്ഞതാണ്, ഇപ്പോഴും വന്നിട്ടില്ല. ആണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു പങ്ക്ച്വാലിറ്റി. ഹലോ, ഇതാണ് എൻ്റെ ഫ്രണ്ട്. എന്താ വൈകേ? ചേടാ കോഴി മുന്നേ എന്താ വൈകി? മുന്നേ നിങ്ങൾ രണ്ടുപേരും കൊള്ളാം. ഇപ്പൊ എത്ര മണി? രാവിലെ വിളിച്ചിട്ട് ഇപ്പഴാണോ എന്നെ? ആർക്കാ പഠിക്കണ്ടേ? എനിക്ക് എന്നാ എക്സാം? എനിക്കെന്നാ എക്സാം? നാളത്തെ കഴിഞ്ഞ്. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കണില്ലേ? പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ട് പോവും. ആ പുള്ളി എന്ന് പറയുകയാണെങ്കിൽ എല്ലാരും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് ചെയ്തത് വെച്ചാൽ, അപ്പൊ നമ്മുടെ ഈസ്റ്റർ മെസ്സേജ് ആയിട്ട് മുന്നേയും മജ്ജിനെയും എന്ന് നമുക്കൊരു ഈസ്റ്റർ മെസ്സേജ് പറയുന്നതായിരിക്കും. പറ, ഒരു ഈസ്റ്റർ മെസ്സേജ് പറ. ഹാപ്പി ഈസ്റ്റർ. മുന്നിക്ക് ഭയങ്കര ഷൈ ആണ്, ക്യാമറ ഷൈ ആണ്, അതാണ് ഇങ്ങനെ ഓടിപ്പോണത്. അങ്ങനെ നമ്മുടെ ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക് ടു സ്റ്റഡീസ്. ഇനി വൈകുന്നേരം അമ്മ വീട്ടിൽ പോകണം. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പോവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പോവാം, ചിലപ്പോൾ പോയില്ലായിരിക്കാം, അങ്ങനെ. സോ വൺസ് അഗെയിൻ ഹാപ്പി ഈസ്റ്റർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.